रेट ऑफ कंट्रीब्यूशन ऑफ टूरिज्म जो है उसके अनुरूप 10% का कंट्रीब्यूटर बनेगी और निश्चित रूप से बड़े संख्या में लोगों को रोजगार उसके माध्यम से मिलेगा। माननीय सदस्य, क्या आप सदन बाधित करना चाहते हैं? ऑपरेशन सिंदूर पर चर्चा नहीं करना चाहते? नहीं करना चाहते चर्चा? मिस्टर गोगोई और आप सब राजनीतिक दल के लोग आए थे, आपने कहा ऑपरेशन सिंदूर पर चर्चा होनी चाहिए, फिर आप सदन बाधित कर रहे हैं। आखिर सदन आप क्यों नहीं चलने दे रहे? प्रश्नकाल माननीय सदस्यों का सबसे महत्वपूर्ण समय होता है। ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി. ധനസുമോദ്, പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ചർച്ചയിലേക്ക് പ്രവേശിച്ചിട്ടില്ലേ? ഇപ്പോൾ വലിയ ബഹളവും കേൾക്കുന്നുണ്ട് അവിടെ നിന്ന്. ഈ സിന്ദൂറിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിൽ സംസാരിക്കുന്ന പ്രമുഖരാരൊക്കെയാണ്? ചർച്ച 12 മണിയോടെ ചർച്ച ആരംഭിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഘത്തിന്റെ പല വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശിച്ച സംഘത്തിന്റെ തലവനായ ശശി തരൂർ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. സാധാരണ ഓരോ പാർട്ടികളാണ് അവരവരുടെ എംപിമാർ ആരൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു പേര് സാധാരണ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ ഈ തരത്തിലുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് കേന്ദ്രത്തിൽ പോലും ഒരു അത്ഭുതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പാർലമെന്റിലേക്ക് കടന്നു വരികയാണെങ്കിൽ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യോത്തര വേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ നടപടികളും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ്. ഈ രണ്ട് വിഷയങ്ങളാണ് പാർലമെന്റിൽ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു നടപടികൾക്കോ ചർച്ചകൾക്കോ പാർലമെന്റിൽ തയ്യാറായിട്ടില്ല. അതേസമയം ലോക്സഭയിൽ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശരി. അല്ല ധനസുമതി, ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടല്ലോ, അതേത് സ്വഭാവത്തിൽ ഉന്നയിക്കാനാണ് ആലോചിക്കുന്നത്? കോൺഗ്രസും കേരളത്തിൽ നിന്നുള്ള എംപിമാർ എന്ന് നമുക്ക് അത് കൂട്ടത്തോട് പറയാം. കാര്യം കേവലം കോൺഗ്രസിന്റെ പ്രശ്നം മാത്രമല്ല, കോൺഗ്രസ് മുസ്ലിം ലീഗ് എംപിമാർ അടക്കം ഇതിൽ പ്രതിഷേധവുമായി അവർ ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നു. പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 10:05 പാർലമെന്റ് മന്ദിരത്തിന്റെ വെളിയിലാണ് UDF എംപിമാർ പ്രതിഷേധം ആരംഭിച്ചത്. അതിനുശേഷം ഒരു 10:30 LDF എംപിമാർ എത്തുകയും LDF എംപിമാരും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയായിരുന്നു. ഈ ഇരു സഭകളിലും ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ സംബന്ധിച്ച് നടക്കുന്നത്. കാര്യം UDF എംപിമാരായ നിരവധി എംപിമാർ, പേരെടുത്ത് പറഞ്ഞെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എല്ലാ എംപിമാരും, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ തുടങ്ങിയ നിരവധി എംപിമാർ പാർലമെന്റിൽ ഇത്തരത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കഴിയില്ല. അവിടെ പ്രത്യേക ചർച്ചയാണ് സംഘടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ്, A റഹീം, ശിവദാസ് തുടങ്ങിയ എംപിമാരാണ് ഇത്തരത്തിലുള്ള നോട്ടീസ് രാജ്യസഭയിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇരു സഭകളിലും ഈ എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്ന കേരള എംപിമാരുടെ ആവശ്യം അവഗണിച്ചിരിക്കുകയാണ്. ശരി. ഏതായാലും ഇരു സഭകളും ഇപ്പോൾ 12 മണി വരെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണിയോടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ തുടങ്ങുകയും ചെയ്യും.